അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. അപ്പൊ ഇന്ന് 16-ാമത്തെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു അറബിയുടെ കണ്ടന്റ്, അറബി പാരഗ്രാഫ് ഉണ്ടാകും. ആ പാരഗ്രാഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നഹവിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാകും. നഹവായിരുന്നു മുമ്പ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പായ സ്റ്റേജിൽ എത്തിയല്ലോ, കുറച്ച് പഠിച്ച് പഠിച്ച് നമ്മൾ മുമ്പിൽ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കണ്ടന്റിന്റെ ഡെപ്തും കൂടി വൈഡാകുന്നുണ്ട്. പുതിയ പുതിയ പ്രയോഗങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഇന്ന് പഠിക്കുന്നത് ഫിൽ മസ്രിഫി എന്ന് പറഞ്ഞ ബാങ്കിലാണ്. അപ്പൊ ബാങ്കിൽ നമ്മൾ പോകുമ്പോൾ ബാങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബാങ്കുമായി ബന്ധപ്പെട്ട ATM കാർഡ് പോലെയുള്ള ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പിന്നെ അവിടുത്തെ എൻക്വയറി തുടങ്ങിയ ബാങ്കുമായി ബന്ധപ്പെട്ട നല്ല നല്ല പ്രയോഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം. ഇതില് ഈ മുലാഫിലയെ കുറിച്ച് പഠിക്കാനാണ് ഈ ചാപ്റ്റർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ മുലാഫിലി എന്താണ് എന്നും നമ്മൾ പഠിക്കും. ആദ്യം ഞാൻ മുലാഫിലി എന്താണെന്ന് പറയാം. മുലാഫിലൈ എന്ന് പറഞ്ഞാല് രണ്ട് വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മലയാളത്തിൽ ഇന്റെ യുടെ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആശയമാണ്, അല്ലെങ്കിൽ ആ രീതിയാണ് മുലാഫിലഹി എന്ന് പറയാം. ഉദാഹരണം കലമു സൈദിൻ, സൈദിന്റെ പേന. കലമു സെയ്ദിന്റെ പേന. സെയ്ദിന്റെ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇലാഫത്ത് എന്ന് പറയാം. കാരണം ഒരു വാക്കിനെ മറ്റൊരു വാക്കുമായിട്ട് ചേർക്കലാണ് ഇലാഫത്ത്. അങ്ങനെ ചേർക്കുന്ന അവസരത്തില് രണ്ട് പദങ്ങൾ ഉണ്ടാവണം ചേർക്കണം എന്നുണ്ടെങ്കിൽ. ആദ്യത്തെ പദത്തിനെ നമ്മൾ മുലാഫ് എന്നാണ് വിളിക്കുക, രണ്ടാമത്തെ പദത്തിനെ മുലാഫ് ഇലൈഹി എന്നാണ് വിളിക്കുക. ഇതിൽ ആദ്യത്തെ പദത്തിന് നമ്മൾ പ്രത്യേകിച്ച് ഇറാബിന്റെ വശങ്ങളില്ല. അത് ഏതിന്റെ സ്ഥാനത്താണോ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഫായിലിന്റെ സ്ഥലത്താണ് മുലാഫ് എന്നതെങ്കിൽ അതിന് ഫായിലിന്റെ ഇറാബ് കിട്ടുന്നു. മഫൂലിന്റെ സ്ഥാനത്താണ് മുലാഫ് വന്നതെങ്കിൽ മഫൂലിന്റെ ഇറാബ് കിട്ടുന്നു. മൂത്താന്റെ സ്ഥാനത്താണ് മുലാഫ് വന്നതെങ്കിൽ മൂത്താന്റെ ഇറാബ് കിട്ടുന്നു. മുലാഫിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇറാബില്ല. അത് നോർമലി ഏത് ഇറാബിന്റെ ഏത് മഹലിലാണോ വരുന്നത് അതിന്റെ ഇറാബ് ആയിരിക്കും അതിന് കിട്ടുക. മുലാഫ് ഇലൈഹിക്ക് പ്രത്യേകിച്ച് ഇറാബുകൾ ഉണ്ട്. മുലാഫ് ഇലൈഹി എപ്പോഴും എന്തായിരിക്കും? മുലാഫ് ഇലൈഹി എപ്പോഴും മജ്റൂർ ആയിരിക്കും. അതിനെപ്പോഴും ജെറുകൾ, അതാണ് അതിന്റെ പ്രത്യേക നിയമം. മുലാഫിന് പ്രത്യേക നിയമങ്ങളില്ല. അത് ഏതാണോ അതിന്റെ പൊസിഷന് അതിനനുസരിച്ച് അതിന്റെ ഇറാബ് കൊടുക്കും. മുലാഫ് ഇലൈഹിക്ക് എപ്പോഴും എന്ത് വേണം? ജെറ് കിട്ടണം. മുലാഫ് ഇലൈഹിക്ക് എപ്പോഴും ജെറായിരിക്കും. അതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്ന നിയമങ്ങള്. പിന്നെ നമുക്ക് ഇതിന്റെ മത്തിന് വായിച്ചു തുടങ്ങാം. തലക്ക സയ്യിദു അലി ഷെയ്ഖൻ മിന റിയാദ് ബിൻ മംലക്കത്തിൽ അറബിയ സൗദിയ. തലക്ക എന്ന് പറഞ്ഞാൽ കിട്ടി എന്നർത്ഥം, കരസ്ഥമായി. ആ സയ്യിദ് അലി എന്ന് പറയുന്ന ആൾക്ക് ഷെയ്ഖൻ, ഷെയ്ഖ് എന്നുള്ള നമ്മളെ ഷെയ്ഖല്ലേ, അതിന് ഷെയ്ഖൻ എന്നാ പറയാ. ഇത് ഷെയ്ഖാണ്. ഷെയ്ഖ് എന്ന് പറഞ്ഞാല് ചെക്കാണ് പറയാ, ചെക്ക്, ഷെയ്ഖ്. അപ്പൊ ഈ സയ്യിദ് അലിക്ക് ഒരു ചെക്ക് കിട്ടി മിന റിയാദിൽ നിന്ന്. റിയാദ് ബിൽ മംലക്കത്തുൽ അറബിയ സൗദിയ, കിങ്ഡം ഓഫ് സൗദി അറേബ്യയിലുള്ള സ്ഥലമാണ്. മംലക്കത്തുൽ അറബിയ സൗദി എന്ന് പറഞ്ഞാൽ കിങ്ഡം ഓഫ് സൗദി എന്നാണ് അർത്ഥം. മംലക്ക കിങ്ഡം, സൗദി. റിയാദ് അതിന്റെ ക്യാപിറ്റൽ ആണ്. അറസലഹ, ആ ചെക്ക് അയച്ചത് ഇലൈഹി, സയ്യിദ് അലിക്ക് അയച്ചു കൊടുത്ത ആള് ഷക്കീഖോ, തന്റെ സഹോദരനായ അൽ അക്ബർ, വലിയ മൂത്ത സഹോദരൻ ഉമർ അബ്ദുള്ള എന്ന് പറഞ്ഞ ആളെ അയച്ചു കൊടുത്താണ്. അല്ലാതെ യസ്തഖലു മുഹന്ദിസൻ ഹുനാക്ക, അയാളും അവിടെ ഈ സൗദി അറേബ്യയില് മുഹന്ദിസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഹന്ദിസ് എന്ന് പറഞ്ഞ എഞ്ചിനീയർ ആണ്. അതിൽ ഒരുപാട് വാക്കുകൾ വന്നിട്ടുണ്ട്. രണ്ട് മുലാഫിലൈന്റെ വാക്ക് പഠിച്ചു. ഒന്ന് ഇലൈഹി, അദ്ദേഹം, അവനിലേക്ക്. ഇലായി ഉണ്ട്, അവിടെ ഹി ഉണ്ട്. അപ്പൊ ഇല എന്ന പദത്തെ ഹി എന്ന പദവുമായിട്ട് മിക്സ് ചെയ്തു, കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇലൈഹി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ പദം ഇല എന്നുള്ളത് മുലാഫും ഹി എന്നുള്ളത് മുലാഫ് ഇലൈഹിയുമാണ്. രണ്ടാമത് നോക്കൂ, ഷക്കീഖു, അവന്റെ സഹോദരൻ, ഷക്കീഖുഹു. അപ്പൊ ഇവിടെ ഷക്കീഖ് ഹു, ഷക്കീഖ് എന്ന പദവും ഹു എന്ന പദവും തമ്മിൽ മിക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇലാഫത്താണ്. അപ്പൊ ഒന്നാമത് ഷക്കീഖ് എന്നതാണ് മുലാഫ്, ഹു എന്നുള്ളതാണ് മുലാഫ് ഇലൈഹി. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവണം, ഹു മുലാഫ് ഇലൈഹി ആകുമ്പോൾ ജെറ് കൊടുക്കണ്ടേ, ഹൂക്ക് എന്തുകൊണ്ട് ജെറ് ഇല്ല? അതിന്റെ ആശയം അത് മബിനിയായ വാക്കുകളാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യൂല, അവിടെ ജെറ് കൊടുക്കൂല. മബിനിയാണെന്നതിൽ മഹലിലായിരിക്കും ജെറ്. ആ മബിനിന്റെ വിഷയങ്ങൾ പിന്നീട് പഠിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. വലം യക്കുല്ലി സയ്യിദ് അലി ഹിസാബുൻ ഫി അയ്യി ബങ്കിൻ. സയ്യിദ് അലിക്ക് സൗദി അറേബ്യയിൽ റിയാദില് അവിടെ ഒരു ബാങ്കിലും ഒരു അക്കൗണ്ട് ഇല്ല. ഹിസാബ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ആണ്. പിന്നെ
ബങ്കിന് ബാങ്കിന് ബങ്ക് എന്നാ പറയാം. ബങ്ക് മിൻ ബുനൂക്കിൽ ഇന്ത്യൻ ബാങ്കുകളിൽ ഒരു ബാങ്കിലും അയാൾക്ക് അവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അറാദ യഫ്ത ഹിസാബ് അല്ലഹു, അങ്ങനെ അദ്ദേഹം ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് ന്യൂഡൽഹിയില്. ഓക്കെ. അപ്പൊ സൗദി അറേബ്യയിൽ നിന്ന് ഒരു ചെക്ക് വന്നു ന്യൂഡൽഹിയിലേക്ക്. അദ്ദേഹത്തിന്റെ സഹോദരൻ സൗദി അറേബ്യയിൽ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന ഉമർ അബ്ദുള്ള അയച്ച ഒരു ചെക്കാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇന്ത്യയിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബാങ്കില്ല. അപ്പൊ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഇവിടെ ലഹു എന്നുള്ളത് ലാമുണ്ട്, ഹു ഉണ്ട്. അപ്പൊ ലാമ് ഹു തമ്മിലുള്ള രണ്ട് വാക്കുകളെ കണക്ട് ചെയ്തു. പിന്നെ അതിന് മുമ്പ് ഫി അയ്യ് ഭംഗി എന്നുണ്ട്. അയ്യ് ഭംഗി, അയ്യ് എന്നുള്ള വാക്കിനെയും ഭംഗി എന്നുള്ള വാക്കിനെയും തമ്മിൽ കണക്ട് ചെയ്തു. അയ്യാണ് മുലാഫ്, ഭംഗ് മുലാഫ് ഇലൈഹിയാണ്. അപ്പൊ മബിനി അല്ലാത്ത പദങ്ങളാണെങ്കിൽ ജെറിന് കൊടുക്കേണ്ടി വരും. മബിനി ആകുമ്പോഴാണ് ജെറിന് ഉണ്ടാവാതിരിക്കുക. മബിനി എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പോൾ തന്നെ പറയാം, മബിനി എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മാറാത്തതിനാണ് മബിനി എന്ന് പറയാം. അപ്പൊ അതിന് ഓൾറെഡി എന്താണോ ഉള്ളത് അതന്നെ ഉണ്ടാവുകയുള്ളൂ, മാറൂല. അപ്പൊ അതിനെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും ആ നിയമം തന്നെയാണ്, ആ അറക്ക തന്നെ എപ്പോഴും ഉണ്ടാവുള്ളൂ. അധികം പദങ്ങൾ മോറബായ പദങ്ങളാണ്, മാറുന്ന പദങ്ങളാണ്. അതിന്റെ അവസാനത്തെ അർക്കത്ത് മാറും. ബങ്കിൻ, ബങ്കുൻ, ബങ്കൻ അങ്ങനൊക്കെ ആയി മാറും. അപ്പൊ അങ്ങനത്തെ പദങ്ങൾക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുലാഫിലി ആകുന്ന അവസരത്തിൽ ജെറ് കിട്ടാന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ പോയിന്റ് ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി ദഹ്ല സയ്യിദ് അലി, സയ്യിദ് അലി പ്രവേശിക്കുകയാണ് മസ്രിഫൻ, ഇന്ത്യൻ ബാങ്കിൽ. ബങ്ക് എന്ന് പറയും, മസ്രിഫൻ എന്ന് പറയും, ബാങ്കിനാണ്. ഇസ്മുഹു, ആ ബാങ്കിന്റെ പേര് ബങ്കുൽ ഹിന്ദ്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. അവിടെ നോക്കൂ, ഇസ്മുഹു, ഇസ്മ ഹു, ഇസ്മ എന്ന വാക്കിനെയും ഹു എന്ന വാക്കിനെയും തമ്മിൽ കണക്ട് ചെയ്തു. അദ്ദേഹം ചെന്നത് യൗമൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസമാണ്. യൗമൽ ഖമീസ്, യൗമ എന്ന പദവും ഖമീസ് എന്ന പദവും തമ്മിൽ ഇലാഫത്ത് ചെയ്തു. യൗമാണ് മുലാഫ്, ഖമീസ് മുലാഫ് ഇലൈഹിയാണ്. ഫിൽ യൗമി ഥാനി മിൻ ഷഹരി മാർച്ച്, മാർച്ച് മാസത്തിലെ 2-ാം തീയതി. ആമ അൽഫൈനി വസിത്തൽ മീലാദി, 2006. അൽഫൈനി എന്ന് പറഞ്ഞാൽ 2000, സിത്തത്ത് എന്ന് പറഞ്ഞാൽ 6, അൽ മീലാദി പറഞ്ഞാൽ AD ആണ്. ഫി തമാമി സാഅത്തി ആഷിറ സബഹൻ, രാവിലെ 10 മണിക്ക്. സാഅത്ത് ആഷിറാണ് 10 മണി, സബഹൻ മോർണിംഗ് 10 മണിക്ക് 2006 മാർച്ച് 2 വ്യാഴാഴ്ച ദിവസമാണ് അദ്ദേഹം ബാങ്കിൽ പ്രവേശിച്ചത്. അപ്പോൾ ഒരു ഡേറ്റും ആ സ്ഥലങ്ങളും സമയമൊക്കെ പറയേണ്ട രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ പറയാം, ഫിലോമി താലിസ് മിൻ ശരി, ജൂൺ, ജൂലൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഡേറ്റ് പറയാം. പിന്നെ അസാത്തുൽ ആഷിറ, ടൈം പറയുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. അസാത്തു സാമിന 8 മണി, അസാത്തു സാലിസ 3 മണി. രാവിലെ ആണെങ്കിൽ സബാഹൻ, ഓക്കെ. മസാഹന ഈവനിങ്ങിനാവും. അപ്പൊ ഇവിടെ മീൻ ഷഹരി മാർച്ച് ഉണ്ട്, മാർച്ച് മാസത്തിൽ, മാർച്ച് മാസം. ഷെഹറിനെയും മാർച്ചിനെയും തമ്മിൽ ഇലാഫത്ത് ചെയ്തു. അപ്പൊ ഷെഹർ മുലാഫാണ്, മാർച്ച് മുലാഫ് ഇലൈഹിയാണ്. അപ്പൊ കാബൽ മുദീർ, അങ്ങനെ അദ്ദേഹം മാനേജറുമായിട്ട് മീറ്റ് ചെയ്യാണ്. അജ്റ ഹാദിൽ മുഹാദസ്, അങ്ങനെ മാനേജറുമായിട്ട് അദ്ദേഹം നടത്തിയ സംഭാഷണം, ഈ രീതിയിൽ സംഭാഷണം നടന്നു. അജ്റ എന്ന് പറഞ്ഞാൽ നടന്നു എന്ന് അർത്ഥം. മുഹാദസ കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷൻ. മുദീർ എന്ന മാനേജർ. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? അലി പറയാണ്, സബാൽ ഖൈർ, ഗുഡ് മോർണിംഗ്, സബാഹൻ നൂർ, രണ്ടും പറയാം. തഫല്ലൽ വസ്തരി, പ്ലീസ് വെൽക്കം. വസ്തരി ആള് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇസ്തരി തന്നെ ശരിക്കും വിശ്രമിക്കാന്ന് അർത്ഥം. അപ്പൊ ഇവിടെ ശരിക്ക് പ്ലീസ് സിറ്റ് ഡൗൺ. അയ്യഹിദ്മ, എനി ഹെൽപ്പ്? അയ്യഹിദ്മ. അപ്പൊ അലി പറയുന്നു, ഒരീദു അൻ അഫ്തഹ ഹിസാബ്, ഞാൻ പുതിയ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ലദൈക്കും ഫി ഹാദൽ ബാങ്ക്, നിങ്ങളുടെ ഈ പുതിയ ബാങ്കിൽ ഞാൻ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അഹ്ലൻ വസഹല, വെൽക്കം. ഖുദിൽ ഇസ്തിമാറ, ഫോം വാങ്ങിക്കോളൂ. മീൻ ഷുബാക്കി, വിൻഡോയിലൂടെ. മീൻ റഖമി 4, 4 നമ്പറിലുള്ള, റക്കം എന്ന് പറഞ്ഞ നമ്പറാണ്. അപ്പൊ 4-ാം നമ്പറിൽ കാണുന്ന വിൻഡോയിൽ നിന്ന് ഫോം വാങ്ങിക്കോളൂ. അപ്പം ആ ഫോം ഫില്ല് ചെയ്യാം. തഖദ്ദം ബിഹ, ആ ഫോമുമായിട്ട് ചെല്ലണം. മാ സുവരിക ഷഖ്സിയ്യ അർബ, 4 പേഴ്സണൽ ഫോട്ടോ. അപ്പൊ 4 ഫോട്ടോയും ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾ 4-ാം നമ്പർ വിൻഡോയിലൂടെ പോവുക. പിന്നെ ബിതാഖത്തി ഹുവിയത്തിക്ക്, ID കാർഡ് ഉണ്ടെങ്കിൽ, ഇതാക്കാനത്ത് ഉണ്ടെങ്കിൽ ID കാർഡും 4 ഫോട്ടോയും ഫോം ഫില്ല് ചെയ്തുകൊണ്ട് അവിടെ കൊടുക്കാന്ന് പറഞ്ഞു. ബിതാഖത്തുൽ ഹുവിയാണ് ID കാർഡാണ്. ബിതാഖത്തിന് കാർഡ് എന്നാണ് അതിന്റെ, ബിതാഖത്തിന്റെ അറബി കാർഡാണ്. സൂറത്തിന്റെ ജമ്മാണ് സൂർ, ഇമേജ് എന്ന് പറഞ്ഞ പിക്ചർ. ഷഖ്സിയ പേഴ്സണൽ, അർബ 4. ഇംല എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യുക. അപ്പൊ അലി തൊയ്യും, ഈ ഓക്കെ എന്നുള്ളതിനാണ് തൊയ്യും എന്ന അറബികൾ ഉപയോഗിക്കുക. മർഹബൻ, മുദീർ പറയുന്നു മർഹബൻ, ഓക്കെ, വെൽക്കം. ആദ അലി ഇല മൻസിലിഹി, അലി തന്റെ വീട്ടിലേക്ക് പോകുന്നു.
വാ മല അൽ ഇസ്തിമാറ, ആ ഫോം ഫില്ല് ചെയ്യുന്നു തിബുക്ക നന്നായിട്ട് താലിമാത്തിൽ ഭംഗിയ, ബാങ്കിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുകൊണ്ട് ആ ഇതൊക്കെ ഫില്ല് ചെയ്യാണ്. അപ്പൊ തഖദ്ദമ ബിഹാ ഇലൽ ബങ്കി ഫിൽ യൗമി താലി, അങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം തന്നെ, ഫില്ല് ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഫോം ബാങ്കിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, സോറി. ആ ആ, മർഹബൻ. ആദ അലി നില മൻസിലിഹി, അലി തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. മല അൽ ഇസ്തിമാറ തിബക്കൻ, ഓക്കെ, ബാങ്കിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നന്നായിട്ട് ആ ഫോം ഫില്ല് ചെയ്യുന്നു. അങ്ങനെ ആ ഫോം സബ്മിറ്റ് ചെയ്യുന്നു. ഫില്ലോമി താലി, അടുത്ത ദിവസം. ഫില്ലോമി താലി പറഞ്ഞാൽ അടുത്ത ദിവസം. അപ്പൊ ഫതഹ ഹിസാബേനി, രണ്ട് അക്കൗണ്ട് അദ്ദേഹം തുറന്നു. അവലുഹ ഹിസാബ് തൗഫീൽ, ഒന്ന് സേവിങ് അക്കൗണ്ട് ആണ്. രണ്ടാമത്തെ അക്കൗണ്ട് അൽ ഹിസാബുൽ ജാരി, കറന്റ് അക്കൗണ്ട് ആണ്. അപ്പൊ കറന്റ് അക്കൗണ്ടിന് അൽ ഹിസാബുൽ ജാരി എന്നാണ് പറയാ. സേവിങ് അക്കൗണ്ടിന് ഹിസാബു തൗഫീർ എന്നാണ് പറയാം. ഓക്കെ, ഹിസാബു തൗഫീർ, പിന്നെ ഹിസാബുൽ ജാരി, സേവിങ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്. ഓക്കെ. ഫൗദ ഷെയ്ഖ, അങ്ങനെ ആ ചെക്ക് അദ്ദേഹം കൊടുത്തു. അത് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ശേഷം ചെക്ക് കൊടുക്കണ്ട, അവതാരണ കൊടുക്കുക, ഷെയ്ഖ ചെക്ക്. ഇപ്പൊ റജ, ഇവിടെ ഒരുപാട് നമ്മള് പറയാൻ മറന്നുപോയി. നമ്മളിവിടെ സുബാഹൽ ഖൈർ, സുബാഹൻ നൂർ, ഇവിടൊക്കെ മുലാഫ് മുലാഫിലേഹി ഉണ്ട്. ഓക്കെ, സുബാഹൽ ഖൈർ, ആ ഖൈരി, ആ സുബാഹൻ നൂരി. സുബാഹ് മുലാഫാണ്, ഖൈർ മുലാഫിലേഹിയാണ്. സുബാഹ് രണ്ടാമത്തോടത്ത് മുലാഫാണ്, അന്നൂർ മുലാഫിലേഹി. ഹിസാബി, എന്റെ അക്കൗണ്ട്, എന്റെ, അവിടെ ഹിസാബ് എന്നുള്ളത് മുലാഫും ഈ എന്നുള്ള യാ മുലാഫിലേഹിയുമാണ്. ലതൈക്കും, ലതേ എന്ന് പറഞ്ഞൊരു വാക്കാണ്, കും എന്ന മറ്റൊരു വാക്കാണ്. അവ രണ്ട് വാക്കുകൾ തമ്മിൽ കൂട്ടാണ് ലാഫത്താവുമ്പോൾ. വക്കും എന്നുള്ള മുലാഫിലേഹിയാണ്. ബിതാഖത്തുൽ ഹുവി, അവിടെ രണ്ട് ഇലാഫത്ത് ഉണ്ട്. ബിതാഖത്ത് ഹുവിയത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഹുവിയത്തുക്ക എന്ന് പറഞ്ഞ മറ്റൊരു സാധനമുണ്ട്. അപ്പൊ അത് നമ്മൾ അറബിയിൽ മുലാഫുൻ ഇലൈഹി ബാദ മുലാഫിലേഹി എന്നാണ് പറയാം. ഒരു മുലാഫിലേക്ക് ശേഷം മറ്റൊരു മുലാഫിലെ അടുപ്പിച്ചടുപ്പിച്ച് വന്നു. നിന്റെ ഐഡന്റിറ്റിയുടെ കാർഡ് എന്നാണ്, നിന്റെ ഐഡന്റിറ്റിയുടെ കാർഡ്. ബിതാഖത്ത് ഹുവിയത്ത് മുലാഫ് മുലാഫിലേഹി, പിന്നെ ഹുവിയത്തുക്ക മുലാഫ് മുലാഫിലേഹി, വേറെ രണ്ട് സാധനം അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ മൻസിലി ഹി എന്നുണ്ട്. മൻസില് മുലാഫ്, ഹി മുലാഫിലേഹി. അവല് ഹുമ, അവല് മുലാഫ്, ഹുമ മുലാഫിലേഹി. ഹിസാബു തോഫിർ, ഹിസാബ് മുലാഫ്, തോഫിർ മുലാഫിലേഹി. ഹിസാബുൽ ജാരിന്റെ അവിടെയുണ്ട് മുലാഫ് മുലാഫിലേഹി. ഇതിൽ അങ്ങനെ ചെക്ക് കൊടുത്തു. വറാജ ഇല മുദീരി, മുദീറിന്റെ അടുത്തേക്ക്, മാനേജറുടെ അടുത്തേക്ക് മടങ്ങി വന്നു. മറത്തൻ ഉഖ്റ, ഒരിക്കൽ കൂടി. ഇസ്തിലാമി ദഫ്തരി ഷെയ്ഖാത്തി, ആ ചെക്ക് ബുക്ക്, ദഫ്തർ ഷെയ്ഖാത്തറ ചെക്ക് ബുക്കാണ്. ഇപ്പൊ ദഫ്തർ ലിസാബാത്തി എന്ന് പറഞ്ഞ അക്കൗണ്ട് ബുക്ക്, അല്ലെങ്കിൽ മാരിഫത്ത് റസീദ് ഹി ഫിൽ ബങ്കി, അദ്ദേഹത്തിന്റെ ബാങ്കിലുള്ള ബാലൻസ് അറിയാൻ വേണ്ടിയിട്ട്. റസീദ് എന്ന് പറഞ്ഞാല് ബാലൻസ് ആണ് പറയാ. ദഫ്തർ ഷെയ്ഖാത്ത് എന്ന് പറഞ്ഞ ചെക്ക് ബുക്ക്, ദഫ്തർ ബുക്കിനാണ് പറയാ. ദഫ്തർ ഹിസാബ് എന്ന് പറഞ്ഞാല് അക്കൗണ്ട് ബുക്ക്. ദഫ്തർ ഹിസാബാത്ത് അക്കൗണ്ട് ബുക്ക്, ദഫ്തർ ഷെയ്ഖാത്ത് ചെക്ക് ബുക്ക്. ഇസ്തിലാം എന്ന് പറഞ്ഞാൽ കൊടുക്കാനാണ്, നൽകാനാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇസ്തിലാമി ദഫ്തരി ഷെയ്ഖാത്ത്, രണ്ട് മുലാഫുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇസ്തിലാമി ദഫ്തർ ഷെയ്ഖാത്ത്, അവിടെ ഇസ്തിലാം മുലാഫാണ്, ദഫ്തർ ഷെയ്ഖാത്ത് മുലാഫ് ലൈഹിയാണ്. രണ്ടാമത്തെ നോക്കൂ, ദഫ്തർ ഷെയ്ഖാത്തി, അവിടെ ഷെക്കുകളുടെ ബുക്കാണ്, ഷെക്കുകളുടെ, അവിടെ ഇലാഫത്തുണ്ട്. അപ്പൊ ദഫ്തർ ഒന്നാമത്തത് മുലാഫ്, ഷെയ്ഖാത്തി മുലാഫ് ലൈഹി. റസീദ് ഹി, റസീദ് മുലാഫ്, ഹി മുലാഫ് ലൈഹി. ക്ലിയർ അല്ലേ? വലമ്മ അലനൽ ബങ്കു ബിഫത്തിഹി ബാബിഹി ലിഖുബൂലി ഫവാത്തിൽ കഹറുബായി. അങ്ങനെ മറ്റൊരു സിറ്റുവേഷനും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാക്കുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു സിറ്റുവേഷൻ കൂടി ഈ ഇതിൽ പറയാണ്. വലമ്മ അലൽ ബങ്കു, ബാങ്ക്
അനൗൺസ് ചെയ്തു. ബി ഫതഹി ബാബിഹി, പുതിയ ഒരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. ലി കുബൂലി ഫവാത്തിറിൽ കഹറുബായി. ഫവാത്തിറിൽ കഹറുബായി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല്. കുബൂൽ പറഞ്ഞാൽ സ്വീകരിക്കുക. ഫവാത്തിറിൽ കഹറുബായി ഇലക്ട്രിസിറ്റി ബില്ല് സ്വീകരിക്കാനുള്ള ഒരു പുതിയ ഓപ്ഷൻ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തു. വൽ മിയാഹി വാട്ടർ ബില്ല്, വൽ ഹവാത്തിഫി ഫോൺ ബില്ല്, വ തൗസീലിഹ അത് അവിടെ അത് എത്തിക്കും. ബാദ ദഫ്ഇ പേ ചെയ്തതിന് ശേഷം ഇലൽ ജിഹാത്തിൽ മുഖ്തസ എവിടെയാണോ എത്തേണ്ടത് അതിന്റെ പ്രത്യേക ഫേസുകളിലേക്ക്. ബി സൂറത്തിൻ തിൽക്കായത് ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് സൂറത്തും തിൽക്കായാണ് ഡയറക്റ്റ് മെത്തേഡ്. തിൽക്കായാണ് ഡയറക്റ്റ്. ദഫ്ഇന് പേ ആണ് പറയാ. ഫവാത്തിയൽ കാറബ ഇലക്ട്രിസിറ്റി ബില്ല്, ഫവാത്തിയൽ മിയാഹി വാട്ടർ ബില്ല്, ഫവാത്തിയൽ ഹവാത്തിഫ് ഫോൺ ബില്ല്. അപ്പൊ ഇവിടെയൊക്കെ മുലാഫ് മുലാഫിൽ വന്നിട്ടുണ്ട്. ബാബിഹി ബാബ് മുലാഫാണ്, ഹി മുലാഫിലഹി ആണ്. കുബൂല് മുലാഫാണ്, ഫവാത്തിയൽ കാറുബായ് മുലാഫിലഹി ആണ്. ഫവാത്തിയൽ കാറുബായിന്റെ അവിടെ ഫവാത്തിയൽ മുലാഫാണ്, അൽ കഹറുബായ് മുലാഫിലഹി ആണ്. തൗസീലിഹ തൗസീൽ മുലാഫാണ്, ഹാ മുലാഫിലഹി ആണ്. ബാദ ദഫി ബാദ മുലാഫാണ്, ദഫ് മുലാഫിലഹി ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. രണ്ട് പദങ്ങൾ ഒരുമിച്ച് ചേർക്കലാണ് ഇലാഫത്ത് എന്ന് പറയുന്നത്. ഒന്നാമത്തേന് മുലാഫ് എന്ന് പറയുന്നു, രണ്ടാമത്തേന് മുലാഫ് ഇലൈഹി എന്ന് പറയുന്നു. ഫദഹബ അലി നിൽ ബങ്കി, വീണ്ടും അലി ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ തസ്ദീദ് ഫവാത്തിരി അദ്ദേഹത്തിന്റെ ഈ ബില്ലുകളൊക്കെ ഈ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. തസ്ദീദ് ആണ് ശരിയാക്കാം, തസ്ദീദ് ശരിയാക്കാം, നേരെയാക്കാം. അപ്പൊ ഇവിടെയും മുലാഫിലഹി ഉണ്ട്. തസ്ദീദ് മുലാഫ് ഫവാത്തിരിഹി മുലാഫിലഹി. വേറൊരു മുലാഫിലഹി കൂടിയുണ്ട്, ഫവാത്തിരിഹി അദ്ദേഹത്തിന്റെ ഫവാത്തിറാണ്. ഓക്കെ, അപ്പൊ ഫവാത്തിർ അവിടെ മുലാഫാണ്, ഹി മുലാഫിലഹി ആണ്. അപ്പൊ സദ്ദതഹാ ബിൽ ഫീലി അങ്ങനെ അദ്ദേഹം ശരിയാക്കി. വഹസുല അല വറഖത്തിൽ ഈസാലി അങ്ങനെ അതിന്റെ മൊത്തം പേപ്പറുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടി. തുമ്മ തവജ്ജഹ ഇല ശുബാക്കുൽ ഇസ്തിമാലാത്തി, പിന്നെ അദ്ദേഹം ശുബാക്കുൽ ഇസ്തിലാമാത്തി എന്ന് പറഞ്ഞാല് ഇൻക്വയറി വിൻഡോ ആണ്. എൻക്വയറി ഉണ്ടാവല്ലോ ബാങ്കിൽ, എൻക്വയറി ചെയ്യുന്ന വിൻഡോ. ഇസ്തിഫ്താരി അൽനിമത്തിൽ ബൻകിയ ലുഹറ മറ്റു ബാങ്കിന്റെ സിസ്റ്റത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, ക്വയറി നടത്താൻ വേണ്ടിയിട്ട് ഈ എൻക്വയറി വിൻഡോയിലേക്ക് അദ്ദേഹം പോയി. ബിഹാമിൻ തസ്ഹീലാത്ത് അതുമായി ബന്ധപ്പെട്ട മറ്റു ഫെസിലിറ്റീസുകളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടും. തസ്ഹീലാത്ത് എന്ന ഫെസിലിറ്റീസിനാണ് പറയാ. അൽനിമത്ത് എന്നാൽ ഓർഗനൈസേഷൻ സിസ്റ്റം എന്നൊക്കെ പറയും. ഇസ്തിഫ്ത എന്നാൽ വിശദീകരണം ചോദിക്കുക. ഷുബാക്കുൽ ഇസ്തിലാമാത്ത് എൻക്വയറി വിൻഡോ. അപ്പൊ ഇവിടെയും ഷുബാക്കുൽ ഇസ്തിമാലാത്തിന്റെ അവിടെയും മുലാഫ് മുലാഫിലൈ ഉണ്ട്. വറഖത്തുൽ ഈസാലിന്റെ അവിടെയും മുലാഫ് മുലാഫിലൈ ഉണ്ട്. അപ്പൊ അവിടെ എൻക്വയറി വിൻഡോയില് റഹബ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ബിഹി ലാബിത്തുൽ അലാഖാത്തി, ലാബിത്തുൽ അലാഖാത്ത് എൻക്വയറി ഓഫീസർ, എൻക്വയറിയുമായി ഡ്യൂട്ടിയുള്ള ആൾക്കാണ് ലാബിത്തുൽ അലാഖാത്ത് എന്ന് പറയുക. റിലേഷൻ ഓഫീസർ, അലാഖാത്ത് റിലേഷൻ ആണ്, ലാബിത്ത് ഓഫീസർ ആണ്. അപ്പൊ റിലേഷൻ ഓഫീസർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഷറഹലഹു അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. മാ യഖ്തലിഹി മിൻ നിളാമി ഇജ്റാഇൽ ഹവാലാത്തി ബങ്കിയ ബാങ്ക് പ്രൊസീജിയർ, ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ നടത്താനുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. വ കൈഫിയത്തിൽ ഹുസൂലി അല ബിതാഖാത്തി സ്വറഫിൽ ആലി എങ്ങനെയാണ് ATM കാർഡ് കിട്ടുക അതിന്റെ കാര്യങ്ങളൊക്കെ, അതിന്റെ മെത്തേഡുകൾ. കൈഫിയത്ത് പറഞ്ഞാൽ ഫോർമാറ്റ് ആണ്, മെത്തേഡ് എന്ന് പറയാ. ഹവാലാത്ത് പറഞ്ഞ ട്രാൻസാക്ഷൻ, ഇജ്റാ പറഞ്ഞ പ്രൊസീജിയർ, ബിതാഖത്ത് കാർഡ്, അസ്വറഫ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ, അൽ ആലി എന്ന് പറഞ്ഞ ടൂൾ. അപ്പൊ ATM ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ ആണല്ലോ ATM എന്ന് പറയാം. അതാണ് ബിതാഖത്ത് സ്വറഫിൽ ആലി, ATM കാർഡ്. ഇവിടെയൊക്കെ മുലാഫ് മുലാഫിലൈ ഉണ്ട്. ലാബിത്തുൽ അലാഖാത്തി അവിടെ ലാബിത്ത് മുലാഫാണ്, അലാഖാത്ത് മുലാഫിലൈഹി ആണ്. ഇജ്റാഇൽ ഹവാലാത്തി ഇജ്റാ മുലാഫിലൈഹി, ഹവാലാത്ത് മുലാഫിലൈഹി, ഇജ്റാ മുലാഫ്, അൽ ഹവാലാത്തി മുലാഫിലൈഹി. പിന്നെ കൈഫിയത്തിൽ ഹുസൂലി, കൈഫിയത്ത് മുലാഫ്, അൽ ഹുസൂലി മുലാഫിലൈഹി. പിന്നെ ബിത്താഖാത്ത് സർഫിൽ ആലി, ബിത്താഖാത്ത് മുലാഫാണ്, അസ്വർഫുൽ ആലി മുലാഫിലൈഹി ആണ്. രണ്ടാമത്തെ മുലാഫ് മുലാഫിലൈഹി കൂടി അവിടെ ഉണ്ട്, അസ്വർഫുൽ ആലി, സർഫ് മുലാഫാണ്, അൽ ആലി മുലാഫിലൈഹി ആണ്. ബിത്താഖാത്ത് സർഫുൽ ആലി ATM കാർഡിനാണ് പറയാ. പിന്നെ ബിത്താഖാത്തുൽ ഇത്തിമാ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്, ബിത്താഖാത്തു ദുയൂൻ ഡെബിറ്റ് കാർഡ്, നഹ്വിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഒരുപാട് വാക്കുകൾ ഉണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ഇന്നഹു ഇൻതലഖ ഇലാ ശുബാക്കി തഹ്വീൽ ഉംലാത്തുൽ അജ്നബി, അങ്ങനെ അവസാനം അദ്ദേഹം ശുബാക്കി തഹ്വീൽ ഉംലാത്തുൽ അജ്നബി ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന വിൻഡോ ഉണ്ട്, അവിടേക്ക് പോയി. ഇൻതലഖ എന്ന് പറഞ്ഞാൽ പോയി. ഷുബാക്ക് വിൻഡോ, തഹ്വീൽ എന്ന എക്സ്ചേഞ്ച്, അൽ ഉംല എന്ന് പറഞ്ഞ കറൻസീസ്, അൽ അജ്നബിയ ഫോറിൻ, അൽ ഉംലാത്തുൽ അജ്നബിയ ഫോറിൻ കറൻസീസ്, തഹ്വീൽ എക്സ്ചേഞ്ച്. അപ്പൊ ഫോറിൻ കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന വിൻഡോയിലേക്ക് അദ്ദേഹം പോയി. ഹൈതു ഹവൽ അദ്ദേഹം എക്സ്ചേഞ്ച് ചെയ്തു. $10 $10 അമേരിക്കീയ US ഡോളർ ഇല റൂബിയാദിൻ ഹിന്ദിയ ഇന്ത്യൻ ഡോളറിലേക്ക് മാറ്റം വരുത്തി.
അപ്പൊ തുടങ്ങിയ നല്ല ടഫല്ല, കുറച്ചൊക്കെ മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ വന്നിട്ടുള്ളത്. അപ്പോ ഒരുപാട് വാക്കുകൾ വന്നിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പറയാൻ നഹ്വിയ ഒറ്റ പോയിന്റേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയ പോയിന്റ് ആണ് മുലാഫ് മുലാഫിലി. അത് നിങ്ങൾ അതെന്തായാലും മനസ്സിലായിട്ടുണ്ടാവല്ലോ. വാക്കുകൾ തമ്മിൽ ചേർക്കുന്നതിനാണ് മുലാഫ് മുലാഫിലഹി പറയാ. അതിൽ ഒന്നാമത്തെ ഭാഗത്തിന് മുലാഫ് എന്ന് പറയുന്നു, രണ്ടാമത്തെ ഭാഗത്തിന് മുലാഫിലഹി എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ. ഇതിന്റെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. തലക്കാനൽ സ്വീകരിക്കാൻ അർത്ഥം. ഷെക്കിന് ചെക്ക് എന്നാണ്. മുഹദ്ദിസർ എഞ്ചിനീയർ. മുദീർ മാനേജർ. തഫല്ലൽ എന്ന് പറഞ്ഞാല് പ്ലീസിന്റെ അർത്ഥത്തിലാണ് തഫല്ലൽ എന്ന് ഉപയോഗിക്കുക. തഫല്ലൽ, ഫല്ലൽ, മിൻ ഫضലിക് ഒക്കെ പറയും. ഇസ്തിമാറത്ത് എന്ന ഫോം അല്ലെങ്കിൽ ഫോറം എന്നൊക്കെ അർത്ഥം. പിന്നെ ഹുബിയത്ത് എന്ന ഐഡന്റിറ്റി. ഹിസാബ് തൗഫീഖ് എന്നുള്ള സേവിങ് അക്കൗണ്ട്. ഹിസാബുൻ ജാരി കറന്റ് അക്കൗണ്ട്. അയോധ്യ പറഞ്ഞാൽ കൊടുക്കുക, കളക്ട് ചെയ്യാന്ന് അർത്ഥം. ഇസ്തിലാം എന്ന് പറഞ്ഞാല് എത്തിക്കുക. ദഫ്തർ എന്ന് പറഞ്ഞാല് ബുക്കിനാണ് പറയാ ദഫ്തർ. റസീദ് പറഞ്ഞ ബാലൻസ്. ഫാത്തൂറത്ത് പറഞ്ഞ ബില്ല്. ഫാത്തൂറത്തിന്റെ ജമ്മാണ് ഫവാത്തീർ. കഹറുബ എന്ന് പറഞ്ഞാൽ ബിജലി, ഇലക്ട്രിസിറ്റി. ദഫ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക, പേക്കാണ് ദഫ്. ദഫാത്തു ഐ പെയ്ഡ്. ജിഹാദുൽ മുഖ്തസറിൽ വ്യത്യസ്തമായ ഘട്ടങ്ങള്, സ്റ്റേജുകള്. തസ്ദീദ് എന്ന് പറഞ്ഞാൽ ശരിയാക്കുക. വറക്കത്തു ഈസാൽ എന്ന് പറഞ്ഞാൽ റെസീറ്റ് ആണ്. ഉമിലാത്ത് എന്നുള്ള കറൻസിക്കാണ് പറയാ. അപ്പൊ ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വാക്കുകള്. പിന്നീട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. മാതാ തലക്ക സയ്യിദ് അലി. സയ്യിദ് അലി എന്താണ് സ്വീകരിച്ചത്? എന്താണ് സയ്യിദ് അലിക്ക് കിട്ടിയത്? ഒരു ചെക്ക് ബുക്ക് ആണല്ലേ. മീൻ റിയാദി മംലക്കത്തുൽ അറബിയ സൗദിയിൽ നിന്നൊരു ചെക്ക് കിട്ടി. മൻ അർസലോ ഇലൈഹി, ആരാണ് ചെക്ക് ബുക്ക് അയച്ചത്? അദ്ദേഹത്തിന്റെ സഹോദരൻ അല്ലെ, ഷഫീഖുൽ അക്ബർ റിയാദിൽ നിന്ന് ഇദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് അയച്ചതാണ്. മാതാ അറാദ സയ്യിദ് അലി, എന്താണ് സയ്യിദ് അലി ഉദ്ദേശിച്ചത്? പുതിയൊരു അക്കൗണ്ട് തുടങ്ങാനാണ് ഉദ്ദേശിച്ചത് അല്ലെ. അൽ അസൂബ് അൽ ജദീദ്. മത്താ ദഖൽ ബാങ്ക്, എപ്പോഴാണ് ബാങ്കിൽ പ്രവേശിച്ചത്? അവിടെ പറഞ്ഞല്ലോ, മാർച്ച് 2, 2006 10 മണിക്കാണ് പ്രവേശിച്ചത്. മാതാ ഫഅല ഫിൽ ബാങ്ക്, ബാങ്കിൽ പോയിട്ട് എന്താണ് ചെയ്തത്? ആദ്യം മുദീറിന്റെ അടുത്ത് പോയി. ബിമാദ അലനൽ ബാങ്കു, ബാങ്ക് പുതിയ അനൗൺസ്മെന്റ് നടത്തി. ഏത് വിഷയമായിട്ടാണ് അനൗൺസ്മെന്റ് നടത്തിയത്? അവർക്ക് പുതിയ ദഫ്തറുൽ കഹറുബായിയും ദഫ്തറുൽ പിന്നെ മിയാഹും ദഫ്തറുൽ ഹവാത്തിഫ് ഒക്കെ പേ ചെയ്യാനുള്ള പുതിയ ഫെസിലിറ്റി തുടങ്ങി എന്നുള്ള കാര്യമാണ് ബാങ്ക് ഏലാൻ ചെയ്തത്. ലിമാദ തവജ്ജഹ അലിയിലെ ഷുബാക്കിൽ ഇസ്തിമാലത്തി, എൻക്വയറി വിൻഡോയിലേക്ക് എന്തിനാണ് പോയത്? പുതിയ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. മാതാ ഷറഹ ലാബിത്തുൽ അലാഖാത്ത്, റിലേഷൻ ഓഫീസർ എന്താണ് വ്യക്തമായി കൊടുത്തത്? അദ്ദേഹം ATM കാർഡ് ഉണ്ടാക്കേണ്ട മെത്തേഡും അതേപോലെ ബത്താഖത്തുൽ ഇത്തിമാന്, ബിത്താഖത്തുൽ ദുയൂന്, ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡിന്റെ ഉണ്ടാക്കേണ്ട രീതിയൊക്കെ അതിന്റെ മറ്റു പ്രൊസീജിയറൊക്കെ വിശദീകരിച്ചു കൊടുത്തു. മാതാ ഫാല അലി ഇൻ ദ ഷുബാക്കി തഹ്വീൽ ഉംലാത്തി, കറൻസി എക്സ്ചേഞ്ച് വിൻഡോയിൽ പോയിട്ട് എന്താണ് ചെയ്തത്? $10 US അദ്ദേഹം ഇന്ത്യൻ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത് അല്ലെ. പിന്നെ ഇവിടെ നമ്മള് മുലാഫിലിനെ കുറിച്ച് പഠിക്കാനാണ് ഈ ചാപ്റ്റർ പഠിച്ചതെന്ന് പറഞ്ഞു. ഷഫീഖ് അലി, അവിടെ മുലാഫിലുണ്ട്. അലിയുടെ സഹോദരൻ എന്നാണ്. ഷഫീഖ് മുലാഫ്, അലി മുലാഫിലി. മുദീറുൽ ബങ്കി, ബാങ്ക് മാനേജർ, ബാങ്കിന്റെ മാനേജറാണ് മുദീർ. മുലാഫ് ബാങ്ക് മുലാഫിലി. ഹിസാബി, എന്റെ കണക്ക്, എന്റെ അക്കൗണ്ട്. ഇവിടെ ഹിസാബ് മുലാഫ്, ഈ മുലാഫിലി. ഹുയ്യത്തുക, നിന്റെ ഐഡന്റിറ്റി. അപ്പൊ കാ മുലാഫിലി ആണ് അവിടെ. ഫാത്തൂറത്തുൽ കഹർബ, ഇലക്ട്രിസിറ്റിയുടെ ബില്ല്, ഇലക്ട്രിസിറ്റിയുടെ ബില്ലാണത്. അപ്പൊ അവിടെയും ഈ വാക്കുകൾ തമ്മിൽ ഒരു ഇലാഫത്ത് ഉണ്ട്. ഓക്കെ. കഹറുബായിയാണ് ഇവിടെ മുലാഫിലൈഹി. വറക്കത്തുൽ ഈസാലി, പേയ്മെന്റിന്റെ പേപ്പർ അല്ല, വറക്കത്തുൽ ഈസാലിന്റെ പേപ്പർ. ഷുബാക്കുൽ ഇസ്തിമാലത്തി, എൻക്വയറി ചെയ്യുന്ന വിൻഡോ, എൻക്വയറിയുടെ വിൻഡോ. ലാബിത്തുൽ അലാഖാത്തി, റിലേഷന്റെ ഓഫീസർ. ബിതാഖത്തുൽ എത്തിമാനി, ക്രെഡിറ്റിന്റെ കാർഡ്, ക്രെഡിറ്റ് കാർഡ്. തഹ്വീൽ ഉംലാത്തി, കറൻസിയുടെ എക്സ്ചേഞ്ചിങ് ആണ്, കറൻസി എക്സ്ചേഞ്ചിങ്. അപ്പൊ ഇവിടെയൊക്കെ ഈ യുടെ ഇന്ത്യ എന്നൊക്കെയുള്ള ആശയം ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ ഇലാഫത്ത് ഉണ്ട് എന്ന് പറഞ്ഞത്. ഈ രണ്ടാമത്തെ പദമാണ് മുലാഫിലഹി. ഈസാല്, ഇസ്തേലാമാത്ത്, അലാഖാത്ത്, ഇത്തിമാന്, ഉംലത്ത് തുടങ്ങിയ പദങ്ങളാണ് മുലാഫിലഹി എന്ന് പറയാം. ആദ്യത്തേതൊക്കെ മുലാഫുകളാണ്. ഓക്കെ. അപ്പൊ ആ പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞത്. മുലാഫിലഹിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ മുലാഫിലഹി എന്ന് പറഞ്ഞാൽ എല്ലാ ആ മുലാഫിന്റെ, നേരത്തെ പറഞ്ഞ മുലാഫിലേക്ക് എപ്പോഴും മജ്റൂർ ആയിരിക്കും, പക്ഷെ മുലാഫിന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ മൂന്നാമത്തെ പോയിന്റിൽ നോക്കൂ,
ജാ മുദീറുൽ ബങ്കി, ബാങ്കിന്റെ മാനേജർ, ബാങ്ക് മാനേജർ വന്നു. അപ്പൊ മുദീറുൽ ബങ്ക് എന്നുള്ളത് മുലാഫ് ആണ്. മുദീർ മുലാഫാണ്, ബങ്ക് മുലാഫിലൈഹി ആണ്. പക്ഷെ ഇവിടെ ബങ്കി എന്നുള്ളത് മജറൂറാണ്. അടുത്ത ഉദാഹരണത്തിൽ റായത്ത് മുദീറൽ ബങ്കി എന്നുള്ളിടത്തും ബങ്ക് മുലാഫിലൈഹി മജറൂറാണ്. ബറത്ത് ബി മുദീറിൽ ബങ്കി എന്നുള്ളിടത്തും മുലാഫിലൈഹി മജറൂറാണ്. പക്ഷേ ഒന്നാമത്തോടത്ത് മുദീർ മുലാഫിന് റഫ് ആണ്, രണ്ടാമത്തോടത്ത് മുദീറ മുലാഫിന് നസ്ബാണ്, മൂന്നാമത്തോടത്ത് മുദീരി മുലാഫിന് ജറാണ്. ഇപ്പൊ മുലാഫിന് പ്രത്യേകിച്ച് ഒരു ഇറാബില്ല. ആ ഇറാബ്, ആ വാക്ക് ആ ഘടനയിൽ, ആ സെന്റൻസിൽ ഏത് പൊസിഷനിലാണോ, ഏത് മഹലിലാണോ വരുന്നത്, ആ മഹലിന്റെ ഇറാബാണ് അവിടെ കൊടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നോക്കൂ, ജാ മുദീറുൽ ബങ്കി എന്നുള്ളത് അവിടെ ശരിക്ക് വന്നു. ആര് വന്നു? ബാങ്ക് മാനേജർ വന്നു. അപ്പൊ ശരിക്ക് ഫായിലിന്റെ പൊസിഷൻ ആണ്. ഫായിലിന്റെ പൊസിഷൻ ആയതുകൊണ്ട് ഫായിൽ അറബി ഭാഷയിൽ അവിടെ റഫാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് അവിടെ മുദീറു എന്നായത്. അടുത്ത സെന്റൻസ് നോക്കും, ഞാൻ കണ്ടു മുദീറൽ ബങ്കി, ബാങ്ക് മാനേജറെ കണ്ടു എന്നാണ്. അവിടെ മഫൂലിന്റെ പൊസിഷൻ ആണ്. മഫൂലിന്റെ പൊസിഷൻ ആകുമ്പോൾ അവിടെ നസ്ബാണ് വരേണ്ടത്. അതുകൊണ്ടാണ് അവിടെ മുദീറ എന്നായത്. മറത്തു, ഞാൻ നടന്നുപോയി ബി മുദീറിൽ ബങ്കി, ബാങ്ക് മാനേജർ അടുത്തുകൂടെ നടന്നു പോയി എന്നാണ്. ഇവിടെ ബാ വന്നാല് നമുക്കറിയാം, ബാ ഹർഫ് ജറാണ്. ഹർഫ് ജർ വന്നതിന് ശേഷമുള്ള എല്ലാ പദത്തിനും ജറാണ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ മുദീരി എന്നായത്. അപ്പൊ ഈ മുലാഫിന് പ്രത്യേകിച്ച് ഒരു നിയമമില്ല. മുലാഫിന് ആ ഇറാബിന്റെ പൊസിഷൻ ഏതാണ് അതിനനുസരിച്ച് നിയമങ്ങൾ മാറുകയാണ് ചെയ്യാറുള്ളത്. മുലാഫിലെ എപ്പോഴും എന്തായിരിക്കണം? മജ്റൂർ ആയിരിക്കണം. ഓക്കെ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഈ ചിലയിടത്ത് ജമ്മു മുദക്കർ സാലിം, അതുപോലെ തസ്നിയ തുടങ്ങിയ സ്ഥലത്തൊക്കെ നൂന് വരാറുണ്ട്. അപ്പൊ അത്തരം നൂനുകൾ ഇലാഫത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവാക്കണം. ഇപ്പൊ ഇവിടെ നോക്കൂ, മുസ്ലിമാൽ ഹിന്ദി, മുസ്ലിമാനി, മുസ്ലിം എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിനാണ് പറയാ, മുസ്ലിമാനി എന്ന് പറഞ്ഞാൽ രണ്ട് മുസ്ലിങ്ങൾക്കാണ്. അപ്പൊ ഈ മുസ്ലിമാനിൽ ഹിന്ദി, ഇന്ത്യയിലെ രണ്ട് മുസ്ലിങ്ങൾ എന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിമാനി അൽ ഹിന്ദി എന്ന് പറയില്ല. ഈ ഇലാഫത്തിന്റെ അവസരത്തില് നൂനിന് എന്താക്കും, നമ്മള് കളയും. അപ്പൊ മുസ്ലിമാ അൽ ഹിന്ദി എന്നേ പറയുള്ളൂ. അതേപോലെ ജമ്മിന്റെ അവസരത്തിൽ ശരിക്കും മുസ്ലിമൂന എന്ന് പറഞ്ഞാൽ ഒരുപാട് മുസ്ലിങ്ങളാണ്, മുസ്ലിമൂനൽ ഹിന്ദി എന്നാണ് പറയേണ്ടത്. പക്ഷെ അവിടെയും നമ്മള് നൂന് പറയില്ല, മുസ്ലിമു അൽ ഹിന്ദി എന്നേ പറയുള്ളൂ. അപ്പോ ഈ നൂന് വരുന്ന അവസരത്തിൽ, തസ്നിയയുടെയും ജമ്മിന്റെ അവസരത്തിൽ നൂന് വരും. ഇലാഫത്തിന്റെ അവസരത്തിൽ ആ നൂനിനെ നമ്മൾ കളയണം. അതാണ് മറ്റൊരു പോയിന്റ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടുള്ള കണ്ടന്റുകളൊന്നുമില്ല. ഇത് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് മുലാഫില് എന്താണെന്ന് മനസ്സിലാക്കാം, പിന്നെ ഒന്ന് പുതിയ വാക്കുകളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം. ശുക്രൻ, ജസാക്കുമുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.